അങ്ങോട്ട് ഇരിക്കേ എല്ലാവരും വെള്ളം വല്ലതും വേണോ നടരാജോ? ക്ലീറ്റസേ, ആരോരുമില്ലാത്ത ഒരു ഭാര്യയും ഭർത്താവുമാണ് അവർ. അവർക്ക് കിടപ്പാടമില്ല, വാടക വീട്ടിലാണ് അവർ താമസിക്കുന്നത്. നമ്മുടെ ഇടവകയിൽ പെട്ട് ജീവിക്കുന്ന അവരുടെ ശവം നമ്മുടെ പള്ളിപ്പറമ്പിൽ വേണം അടക്കാൻ. അതാണ് അതിൻ്റെ ഒരു ശരിയായ രീതി. അപ്പോൾ അത് ഇവിടെ അടക്കാൻ ക്ലീറ്റസിൻ്റെ സുഹൃത്തുക്കളും സമ്മതിക്കില്ല. അച്ഛനീ പറഞ്ഞില്ലേ ആരോരും ഇല്ല, അനാഥനെന്നൊക്കെ പറഞ്ഞല്ലോ. ഇതേ അവസ്ഥയാണ് ആ സുരേന്ദ്രൻ മുതലാളി. അച്ഛനില്ല, അമ്മയില്ല, ആരുമില്ല. അയാൾ ഒരു അനാഥനാണ്. അയാളൊരു ധനികനാണ് ക്ലീറ്റസേ. എന്ന് പറഞ്ഞാൽ അയാളൊരു മനുഷ്യനല്ലേ അച്ഛോ? അതെ, പണമുണ്ടല്ലോ. അച്ഛോ, നമ്മൾ അതൊന്നും പറഞ്ഞു നിൽക്കണ്ട. ഇവിടെ എന്തായാലും ശവം അടക്കാൻ പറ്റില്ല. ക്ലീറ്റസ് ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറില്ല. ഇല്ല അച്ഛോ, ഞങ്ങൾ ഈ പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഇതാണ് സമരം. ശരി, ആയിക്കോട്ടെ. അപ്പോൾ പിന്നീട് ഒരു കാര്യം ചെയ്യാനുള്ളത്, ഞങ്ങൾ ഇടവകയിലെ പ്രമുഖന്മാരെല്ലാം കൂടി ആലോചിച്ചിട്ട് ഒരു തീരുമാനമെടുക്കാം. അത് കഴിഞ്ഞ് ക്ലീറ്റസിനെ ഞങ്ങൾ അറിയിക്കാം. അപ്പോൾ തൽക്കാലം നമുക്ക് പിരിയാം. ഇന്നിപ്പോ ഈ ശവം മറവ് ചെയ്യുന്നുണ്ട്. ഈ സണ്ണിയുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സ്ഥലങ്ങൾ അത് ഞങ്ങൾ ആലോചിച്ചോളാം. ക്ലീറ്റസിന്റെ ഉപദേശം തൽക്കാലം ആവശ്യം. അതെ, ക്ലീറ്റസിന്റെ ഉപദേശം ഞങ്ങൾ തൽക്കാലം ചോദിക്കുന്നില്ല. പിന്നെ അച്ഛൻ വേറൊരു സംഭവം കൂടെ ഞാൻ പറയാം. നമ്മുടെ സുരേന്ദ്രൻ മുതലാളിക്ക് ഒരു 10 ഏക്കർ സ്ഥലം മറ്റേ കൊറ്റാമലയുണ്ട്. കൊറ്റാമല ഇവിടെ നിന്ന് ഒരു 25 കിലോമീറ്റർ മാറി കിടപ്പുണ്ട്. ഈ സ്ഥലം അങ്ങ് തിരിച്ചു വിട്ടുകൊടുത്താൽ നമുക്ക് ആ സ്ഥലം വേണമെങ്കിൽ ഞാൻ കച്ചവടമാക്കി തരാം. അവിടെ നമുക്ക് അത് നല്ലൊരു ഐഡിയ. പള്ളിക്കാര്യങ്ങൾ അച്ഛൻ ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ കഴിയത്തില്ല ക്ലീറ്റസ്. ആലോചിച്ച് നല്ലൊരു തീരുമാനം ആയിക്കോട്ടെ. ശരി, നമുക്ക് പിരിയാം. ബഹളം ഉണ്ടാക്കാതെ എല്ലാവരും ശാന്തരായി നടക്കും. വരൂ. ഇപ്പൊ എടുത്തൊക്കെയല്ലേ ശവം, അത് മതി. സമാധാനം. സമരം വിജയിച്ചിരിക്കുന്നു. ധീരതയോടെ നയിച്ചോളൂ. സാറേ, എനിക്ക് ആ മറ്റേ കൊച്ചച്ഛന്റെ കേസ് പേടിയായിരുന്നു. അയാള് ഇടപെടുവോ എന്നുള്ളൊരു അത് നന്നായി. മറ്റേ നീല ഉടുപ്പിട്ടെ അവനാണല്ലോ ഇത്ര നമ്മുടെ നമുക്ക് പിന്നെ ഒതുക്കാം. പിന്നെ മുതലാളി വിളിച്ചു പറഞ്ഞപ്പോ എന്താ പറഞ്ഞു? മോലാളിയെ ഭയങ്കര സന്തോഷം. അല്ല, ബാക്കി പൈസ തരാൻ പറയണം എന്ന് നമ്മൾ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണ്. അതെ, ചെന്ന് ഉടനെ പൈസ മേടിക്കാൻ പറ്റും. മേടിക്കണം, കൈയോടെ മേടിക്കണം. അല്ലാതെ നമുക്ക് ചെറിയ പാർട്ടി നടത്തണം. ഒരു നിമിഷം. ഹലോ, എന്ത് തങ്കം? അതെയാ? ഹലോ. അതെ സാറേ, എനിക്ക് അത്യാവശ്യമായിട്ട് വീട് വരെ ഒന്ന് പോണം. എന്ത് കാര്യം പറഞ്ഞിട്ട് ഞാൻ വിളിക്കാം. കാര്യം പറഞ്ഞിട്ട് പോടെ.